ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ മുളക് ചെടികളുടെ കുറച്ച് വിത്തുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ മുളപ്പിക്കാം, അതേപോലെ മുളകിന് എന്തൊക്കെ പരിചരണമാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് നീല മുളകിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തതാണ്. ആദ്യം നമ്മൾ തൈകൾ വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം നട്ട് കൊടുത്ത് ചെടികളാണ് കാണുന്നതൊക്കെ. കാന്താരി മുളകാണ്. കാന്താരി മുളക് പഴുത്ത് നിൽക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മുളകുകൾ പറിക്കാതെ പഴുപ്പിച്ചെടുത്തതിന് നമുക്ക് വിത്തിനാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ പറിച്ചെടുത്തിട്ടുള്ള മുളകുകൾ നമ്മളെ ഈ ഒരു രീതിയിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. മുളകൊന്ന് കീറി അതിൻ്റെ അകത്തുള്ള വിത്തുകൾ പുറത്തെത്തുന്ന രീതിയിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഉണക്കി വെച്ചതാണ്. ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം. ഈ ചെടികളൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ വളരുന്ന ചെടികളാണ്. നീലയും അതേപോലെ ഗ്രീനുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളറുകളുണ്ട്. ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഒരു ഭാഗം ഗ്രീനും ഉള്ള മുളക് ചെടികളാണ്. അതേപോലെ ലൈറ്റ് നീല കളറിലുള്ള ഉണ്ടമുളകുകളാണ്. ഇതൊക്കെ ഓരോ കളർ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ തൈകൾ മുളപ്പിക്കാൻ കിട്ടുന്നുള്ളത്. പ്യുവറായിട്ട് നീല നിറത്തിലുള്ള മുളകളായിരുന്നു, ഇപ്പോൾ ഒരു ഗ്രീൻ ടച്ചിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ നല്ല വൈറ്റ് കളറിലുള്ള മുളകുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വിത്തുകൾ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ചിലത് നല്ല പ്യുവറായിട്ട് തന്നെ നീല കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ കുറച്ച് പച്ചക്കറി ചെടികൾ നട്ടു കൊടുത്തതാണ്. ചീര, അതേപോലെ മുളക് തൈ, വെണ്ട, ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള പച്ചക്കറി തൈകൾ നമ്മൾ നട്ടു വെച്ചതാണ്. ഇതിൽ നിന്ന് ഇനി നമുക്ക് കുറച്ച് തൈകൾ പുതിയ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തൈകൾ കുറച്ചുകൂടി വലുപ്പം വെച്ച തൈകളാണ്. അതേപോലെ കയ്പയും മുളക് തൈകളൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പയറുചെടി നമ്മളൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പടർത്തി കയറാൻ വേണ്ടിയിട്ട്. ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രോ ബാഗിൽ നമ്മൾ ഇട്ട് കൊടുത്തത് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ടാണ്. ഏകദേശം 50% മണ്ണ് തന്നെയാണ്. ബാക്കി ഭാഗം ചാണകപ്പൊടി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിത്തുകളൊക്കെ പാകി കൊടുക്കാം. മുളക് വിത്ത് നമുക്ക് ഇതേപോലെ മുകളിലൊന്ന് ഇട്ടിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ രീതിയിൽ നമ്മൾ മുളക് വിത്തുകൾ പാകി കൊടുത്തിട്ടുണ്ട്. മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. പാകിയതിനു ശേഷം ഇതേപോലെ ഒന്ന് മണ്ണിളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് പയർ വിത്തുകളും കൂടി ഇതിൽ വെച്ച് കൊടുക്കാനുണ്ട്. 2 പയറിൻ്റെ വിത്തും അതേപോലെ ചീര വിത്തും നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീര വിത്തുകളാണ് നമ്മൾ വാങ്ങിച്ചെടുക്കുക. അത് നമ്മൾ ഇതിന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മുന്നേ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വെണ്ട തൈകളുണ്ട്. അത് നമ്മൾ ഈ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. 2 തൈകളൊക്കെ ഒരുമിച്ചുണ്ടായതുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഇളക്കിയെടുത്തിട്ട് ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം മാറ്റി നട്ട് കൊടുക്കുന്നത്, നമ്മൾ പുതിയ ഗ്രോ ബാഗുകളിലേക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും. ഇപ്പോൾ 2 വെണ്ട തൈകൾ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചക്കറി തൈകളെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന കുറച്ച് ചെടികളാണ് ഈ മുളകും പയറും അതേപോലെ കയ്പ, അത്തരത്തിലുള്ള കുറച്ച് ചെടികൾ, വെണ്ട, അതൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.